നമസ്കാരം. മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. കൂർക്ക കുറച്ചുണ്ടായിരുന്നു, നല്ല നാടൻ കൂർക്ക കിട്ടിയതിൻ്റെ അവസാനത്തെ കുറച്ച് മണി മാതിരിയുള്ള കുഞ്ഞീത ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും സ്വാദ് കേട്ടോ. അപ്പോൾ രാവിലെ ഇരുന്നിട്ട് അതുണ്ടാക്കി. അപ്പോൾ കുറച്ച് കൂർക്കുണ്ട്, അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കറുത്ത കളറ് വരും. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ അല്ലേ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും കൂടി കഴുകിയെടുക്കണം കേട്ടോ. ഇത്ര കൂർക്കുണ്ട്. അതുപോലെ തന്നെ കായ, ഇവിടെ ഒരു കായക്കൊല ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ചാടി. പക്ഷെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, കുറച്ചെണ്ണം പഴുക്കാനും വെച്ചിട്ടുണ്ട്. പച്ചക്കായ, ഇത് രണ്ടും കൂടി കൂർക്കയും കായയും കൂടി ഒരു വറുത്തരിശ്ശേരി, അടിപൊളി വറുത്തരിശ്ശേരി കേട്ടോ. അപ്പോൾ നമുക്കിനി കായയും കൂടി നമുക്ക് നുറുക്കിയെടുക്കാം ആദ്യം കേട്ടോ. അപ്പോൾ ഇപ്പം ഇങ്ങോട്ട് പൊട്ടിച്ചെടുത്ത കാരണം നല്ല കറുണ്ട് കണ്ടോ. അത് കാരണം ഞാൻ അങ്ങനെ കുഞ്ഞേല കഷ്ണത്തിലേക്ക് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ കായൊക്കെ അങ്ങനെ നുറുക്കിയിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത്ര വല്ലാതെ കുഞ്ഞേ കഷ്ണമാക്കണമെന്നൊന്നുമില്ല കേട്ടോ. കുക്കറിൽ വെച്ചാൽ 2 വിസിൽ, അല്ലെങ്കിൽ നമുക്ക് കൽച്ചട്ടിയിലൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് ഉടഞ്ഞ് വെന്തോളൂ. അപ്പോൾ വല്ലാതെ ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക്, ഞാൻ കൽച്ചട്ടിയിൽ അടുപ്പത്ത് തന്നെയാണ് വെക്കുന്നത്, കുക്കറിലൊന്നും വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ കൽച്ചട്ടിയിലേക്ക് ആക്കിയിട്ട് വരാം. ഇപ്പോൾ കണ്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കൂ. ഞാൻ കായയും കൂർക്കയൊക്കെ ഇങ്ങനെ ഒരു കൽച്ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, അതോടൊപ്പം തന്നെ ഉപ്പ്. ഇനി കുരുമുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്തോളൂ. ക്രഷ് ചെയ്താൽ മതി, വല്ലാതെ പൊടിയാക്കണമെന്നൊന്നുമില്ല. ക്രഷ് ചെയ്ത കുരുമുളക് മതി കേട്ടോ. ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. എൻ്റെ ഇല്ല, പൊടി കഴിഞ്ഞിട്ടുണ്ട്. അത് കാരണം ഞാൻ നാളികേരം നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം കുരുമുളക് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ല നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഈ സമയത്ത് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ, കുരുമുളക് പൊടി. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം മതി, 1/2 ഗ്ലാസ് നമുക്ക് അടുപ്പത്ത് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വറുത്തരിശ്ശേരിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് കഷ്ടി ഒരു അരമുറി നാളികേരം, ഒരു നാളികേരത്തിൻ്റെ കഷ്ടി അരമുറി എടുത്തിട്ടുള്ളൂ. കാരണം എരിശ്ശേരിക്ക് എപ്പോഴും അരക്കണേക്കാട്ടിലും അധികം നാളികേരം വറുത്തിടാനാണ് വേണ്ട കേട്ടോ. അപ്പം വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു അരമുറി മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ, ഒരു പകുതി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് വറ്റൽമുളക്. ആദ്യം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഇത് വെണ്ണ ഈ മാതിരി അരച്ചെടുക്കുക. എന്നിട്ട് കുരുമുളക് ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ കണ്ടോ, ഞാൻ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മുളക് പൊടി ആദ്യം കഷ്ണത്തിലിടുന്ന ആൾക്കാർ വറ്റൽമുളക് ഒഴിവാക്കിക്കോളൂ കേട്ടോ. പക്ഷേ എപ്പോഴും മുളക് ഇങ്ങനെ അരച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി നന്നായിട്ട്, വല്ലാതെ അരയേണ്ട, ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ നന്നായിട്ട് കുരുമുളക് ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കണ്ടോ, അതേപോലെ കുരുമുളകിൻ്റെ തരി അവിടെയും ഇവിടെയൊക്കെ ഒന്ന് കിടക്കണം കേട്ടോ. വല്ലാതെ മിനിമിനേനെ അരയ്ക്കേണ്ട. കുരുമുളക് ഇട്ടതിന് ശേഷം ഇവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ കണ്ടോ, കഷ്ണമൊക്കെ അസലായിട്ട് ഉടഞ്ഞ് വെന്തിട്ടുണ്ട്. ഞാനൊന്നിങ്ങനെ ഉടച്ച് കൊടുത്തു കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഉള്ളൂ ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചതില്ലേ, അരപ്പൊഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം വേണം കേട്ടോ. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ, വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കരിവേപ്പില താത്തി കൊടുക്കാം. ഇനി ഒരു ഉഷാറ് വറവ്, നാളികേരം നല്ലോണം വറുത്തിടണം കേട്ടോ. നമ്മൾ ഏകദേശം അരയ്ക്കടുത്തില്ലേ, അത്ര തന്നെ നാളികേരം നമുക്ക് വറുത്തിടണം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണം, ഒന്നും കൂടി ഇതിലിരുന്നിട്ട് തിളച്ചോളും. അപ്പോൾ നമ്മുടെ വറുത്തരിശ്ശേരിയിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം ഒരു 1.25 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് കൊളുത്തിയിട്ട് ഒരു കടായിലാണ് ഞാൻ വറുത്തിടുന്നത്. ഒരു 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഒരു 2 വറ്റൽമുളക്. കടുകൊക്കെ നന്നായി പൊട്ടി വന്ന് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എത്രയാണോ അരയ്ക്കാനെടുത്ത് അത്ര തന്നെ നാളികേരം കേട്ടോ. നാളികേരം നല്ലൊരു ചുമന്ന കളറായി വരണേ, അതാണ് നമ്മുടെ എരിശ്ശേരിയുടെ ശരിക്കും ടേസ്റ്റ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒന്ന് ഇത് നന്നായിട്ട് ചുമന്ന കളറായി വരട്ടെ കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മൾ നാളികേരമൊക്കെ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. മതി, ഇനി അധികം ഇളക്കിയ കരിഞ്ഞു പോകും. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ വറുത്തരിശ്ശേരിക്കാണ് വെക്കുക.
എന്താ മണം വരുന്നറിയോ? ഇതാണ് വറുത്തരിശ്ശേരിയുടെ ശരിക്കും ടേസ്റ്റ് കൂട്ടുന്ന സംഭവം കേട്ടോ. അങ്ങനെ ഇരിക്കട്ടെ, ഇപ്പം തന്നെ ഇളക്കണ്ട. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഒന്ന് പുളിയില്ലാത്ത കൂട്ടാനാണല്ലോ എരിശ്ശേരി. അപ്പോൾ നമുക്കൊരു ചമ്മന്തി അരയ്ക്കാം കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ നാളികേരം ഒരു കവറിൻ്റെ ഉള്ളിൽ വെച്ചാൽ കൂടി ശരി. ഇപ്പം കറണ്ടൊക്കെ പോയ സമയമാണ്, അല്ലെങ്കിൽ ഒരു 2 ദിവസം കറണ്ടൊന്നും ഇല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു മഞ്ഞ കളറൊക്കെ വരും. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ചിരവി എടുക്കാം. ഇത് നമ്മൾ കൂട്ടാനിലേക്ക് എടുത്തിട്ട് കൂട്ടാൻ ഒരു കെട്ട നാളികേരത്തിൻ്റെ സ്മെല്ലേ പറയും, അങ്ങനെ വരും. അപ്പോൾ നമുക്ക് കിടിലൻ ചമ്മന്തി അരയ്ക്കാത്തോടെ ആദ്യം നമുക്കത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചിരവി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഈ നാളികേരം ചിരവി എടുത്തിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ നാളികേരം നന്നായിട്ട് വറുത്തില്ലേ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട്, ആ പാനിലേക്ക് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഞാനത് കഴുകിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കറിവേപ്പില ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൂട്ടാനിലേക്ക് അതുപോലെ തന്നെ ചട്നിയിലേക്കൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ചില ആൾക്കാർ ഇതാണ് കളയും, എല്ലാവർക്കും ഒന്നും അറിയില്ലേ. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ വറുത്തിട്ട് നല്ലൊരു ഉഷാറ് ചമ്മന്തി അരയ്ക്കാം. ഒന്നും കൂടി ആയി വരട്ടെ കേട്ടോ, വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് കുറേശ്ശെ കളറൊക്കെ മാറി തുടങ്ങി. ഈ സമയത്ത് ഒരു ഇടത്തരം സവോള, കുറച്ച് പച്ചമുളക് എരിക്കനുസരിച്ച് എടുത്തോളൂ. ഒരു വലിയ കഷ്ണം ഇഞ്ചി തന്നെ വേണം, 1-2 കഷ്ണം എടുത്തോളൂ. അതുപോലെ 2 അങ്ങാടി മുളക് കേട്ടോ. ഇതൊക്കെ പാടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചൂട് തന്നെ കടന്നിട്ട് ഇതും കൂടി ഒന്നങ്ങോട്ട് നന്നായിട്ടൊന്ന് ചൂടാകട്ടെ കേട്ടോ. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് വാളംപുളി അങ്ങനെ പിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്നും കൂടെ ആവി കയറാൻ പറയില്ലേ, അങ്ങനെയാവും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുക. എന്നാൽ പിന്നെ മിക്സഡ് ജാറിൽ ഒരു ക്രഷിങ്ങേ വേണ്ടൂ, മതി. ഒന്നിങ്ങനെ കുടഞ്ഞു കൊടുക്കാം. കണ്ടോ, അപ്പോൾ കണ്ടോ കളറൊക്കെ നന്നായിട്ട് മാറി വരലടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു നാളികേരം കേട് വന്നതിൻ്റെ അല്ലെങ്കിൽ കേട് വരുന്ന മാതിരി ഉണ്ടായിരുന്നില്ലേ, ഒരു മഞ്ഞ കളർ, അതിൻ്റെ ഒന്നൊരു ചെവേ ഉണ്ടാവില്ല കേട്ടോ. കണ്ടോ ഒരുവിധം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി കരിയണ്ട, ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇങ്ങനെ അടുത്ത ഭാഗത്തേക്ക് ക്രഷ് ചെയ്യാം, വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ വറുത്തതൊക്കെ ചൂടാറിയിട്ടുണ്ട്. നാളികേരം നന്നായിട്ട് വറുത്തിട്ടുണ്ട്, കണ്ടോ കളറ് അത് തന്നെ ഇരുന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മൂത്തു. ഇനി നമുക്കെന്താ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. വേണമെങ്കിൽ മാത്രം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം. എങ്ങനെയുണ്ടോ, ഞാൻ എപ്പോഴും പറയാറില്ലേ ബഹളം കൂട്ടണം മിക്സി എന്ന് പറയില്ലേ, ചിലത് എന്ന് പറയും. അപ്പോൾ കുറച്ച് വെള്ളം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അറിയാൻ പാടുള്ളൂ കേട്ടോ. കണ്ടോ, അപ്പോൾ കണ്ടോ നമ്മുടെ എരിശ്ശേരി നല്ല കട്ടയായിട്ടുണ്ട്. അത് ഞാൻ എപ്പോൾ ഇളക്കണേ ഉള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചോറ് വിളമ്പിയിട്ടുണ്ട്. എരിശ്ശേരി, കൂർക്ക കായ എരിശ്ശേരി, നല്ല കുരുമുളകിൻ്റെയൊക്കെ മണം വരുന്നുണ്ട് കേട്ടോ. ഇനി ഉലുവാച്ചീര കൊണ്ടുള്ള ഒരു തോരൻ, പിന്നെ നമ്മൾ പരച്ച ചമ്മന്തി. കാരണം പുളിയില്ലാത്ത കൂട്ടാനല്ലേ, അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ നാളികേരം കുറച്ച് കേട് വന്ന നാളികേരം നന്നായിട്ട് കഴുകി അരച്ചില്ലേ, ആ ചമ്മന്തിയാണ്. ഇതിന് വേറൊരു ടേസ്റ്റാണ്, പക്ഷെ നല്ല ടേസ്റ്റാട്ടോ. അത് നിങ്ങൾക്കൊക്കെ അറിയണതായിരിക്കും. അപ്പോൾ നമുക്ക് ഉരുട്ടാം. കുറച്ച് ഉപ്പേരി എടുക്കാം. ചെറിയൊരു കയ്പ്പുണ്ടാവും, എന്താ പക്ഷേ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് കഴിക്കുന്നത്. ചമ്മന്തി എടുത്തു. എല്ലാവരും കഴിച്ചോളൂ. എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.